ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ നിറച്ചതാണ് തയ്യാറാക്കുന്നത്. ബണ്ണിൻ്റെ ഉള്ളിൽ കുറച്ച് സവാളയൊക്കെ വഴറ്റി മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. സവാള വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 3 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സവാള നന്നായിട്ട് വഴന്ന് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്താലും ഇതിന് നല്ല ടേസ്റ്റായിരിക്കും. ഞാനിതിന് വേണ്ടിയിട്ട് 4 ബൺ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അടിഭാഗത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് കുറച്ച് ബണ്ണ് ഇതുപോലെ എടുത്ത് മാറ്റി വെക്കാം. ബണ്ണ് പൊട്ടിപ്പോകാതെ വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. മസാല ഇതിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത ബണ്ണിൻ്റെ പീസസ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി വെക്കാം. ഇനി ഒരു ബണ്ണെടുത്ത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഒരു പകുതി മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുത്തിട്ട് മുകളിലായിട്ട് കുറച്ചുകൂടി മസാല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബണ്ണിൻ്റെ പീസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഉള്ളിൽ നിന്നെടുത്ത ബണ്ണിൻ്റെ പേസ്റ്റ് പോലെ ആക്കി വെച്ചത് മുറിച്ച ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ബണ്ണും ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് 2 ടീസ്പൂൺ പാൽ കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോ ബണ്ണും ഈ മുട്ടയും പാലും ചേർത്തതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു വശമായാലും ഒന്ന് തിരിച്ചിട്ട് ആ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബണ്ണിൻ്റെ എല്ലാ സൈഡ്സും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്